ഗാന്ധി ജയന്തി ആഘോഷം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പുനലൂരിൽ വിപുലമായി ആചരിച്ചു. എന്റെ ഭാരതം ലഹരിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യമുയർത്തി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പുനലൂരിൽ ലഹരിമുക്ത സന്ദേശ റാലിയും രക്ത അവയവദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ ആരെയും പ്രേരിപ്പിക്കുകയോ ഇല്ല. ലഹരി വസ്തു ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും നല്ല മാർഗം കാണിച്ചു കൊടുക്കുവാനും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യും. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പുനലൂർ ഡിവൈഎസ്പി കെ.എൽ. ജോൺകുട്ടി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്റ്റുഡൻസ് പോലീസ്, റെഡ് ക്രോസ്, സ്കൌട്ട്, എൻസിസി വിദ്യാർത്ഥികൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു. തൂക്കുപാലത്തിന് സമീപമുള്ള ഗാന്ധി പ്രതിമയിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. റാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ അംഗങ്ങൾ രക്ത അവയവദാന സമ്മതം നൽകി. ഡിവൈഎസ്പി കെ.എൽ. ജോൺകുട്ടി, നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ, സിഐ ആർ വിജയൻ, എസ്ഐ കെ.എസ്. ഗോപകുമാർ, നഗരസഭാ വൈസ് ചെയർമാൻ എസ് ബിജു, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ ബി.പി. ഉണ്ണികൃഷ്ണൻ, ജനമൈത്രി ഓഫീസർ കെ. ശശിധരൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളും പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളും ചേർന്ന് പുനലൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡും ബസ്സുകളും ശുചീകരിച്ചു. വാളക്കോട് NSV HSSലെ NSS കേഡറ്റുകളും ഐക്യരക്കോണം SN ട്രസ്റ്റിലെ NSS വിദ്യാർത്ഥികളും താലൂക്ക് ആശുപത്രിയും പരിസരവും ശുചീകരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് AIYF ഉമ്മന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളകം ജംഗ്ഷനിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. CPI വാളകം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രകാശ് ലക്ഷ്മൺ ഉദ്ഘാടനം ചെയ്തു. മരങ്ങൾ വെട്ടിനശിപ്പിക്കുന്ന ഈ കാലത്ത് വൃക്ഷത്തൈകൾ നട്ട് സമൂഹത്തിൽ മാതൃകയാകണമെന്ന് പ്രകാശ് ലക്ഷ്മൺ പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന മരം അല്ലെങ്കിൽ വന നശീകരണത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന് ഉതകുന്ന തരത്തിലുള്ള മരം നട്ടുവളർത്തലും ഇന്ന് ആരംഭിക്കുകയാണ്. ജനങ്ങൾക്ക് പൊതുവെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുന്നിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നല്ല യുവാക്കളെയും വിദ്യാർത്ഥികളെയും വാർത്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് AIYF ഇതിലൂടെ കാണുന്നത്. AIYF ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് ബിനു വി അധ്യക്ഷനായി. സെക്രട്ടറി ശ്യാം ശശി സ്വാഗതം പറഞ്ഞു. CPI ലോക്കൽ കമ്മിറ്റി അംഗം M ബേബി, AITUC അംഗം B ഉദയൻ, AIYF കമ്മിറ്റി അംഗങ്ങളായ വിശാഖ K, ജോബിൻ ജോൺ, ഷെമൻ R, അനീഷ് S എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് വെട്ടിക്കവല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും മധുര വിതരണവും സംഘടിപ്പിച്ചു. വെട്ടിക്കവല പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചൻ പനവേലി ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് തന്നെ മാതൃകയായി സഹന സമരത്തിൽ കൂടി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യം ആകമാനം ഈ ദിനം യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും മറ്റു പോഷക സംഘടനയുടെയും നേതൃത്വത്തിൽ ആഘോഷിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് വെട്ടിക്കവല മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് പനവേലി അധ്യക്ഷനായി. KSU നേതാവ് അജി നാസർ സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ചിരട്ടക്കോണം സുനിൽ, വെട്ടിക്കവല പഞ്ചായത്ത് അംഗങ്ങളായ D സജയകുമാർ, പനവേലി മാത്തുക്കുട്ടി, MP സജീവ്, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വിഷ്ണു G, അംഗങ്ങളായ അനൂപ് S, അഖിലേഷ് R എന്നിവർ സംസാരിച്ചു. ഇടമൺ 34 ഹോളിമാസ് സെൻട്രൽ സ്കൂൾ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കാണേണ്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ പുതിയ തലമുറ കാണേണ്ടത് അക്രമത്തിലൂടെയല്ല, മറിച്ച് അഹിംസയിൽ നിന്ന് മുദ്രാവാക്യത്തിലൂടെ, സഹന സമരത്തിലൂടെ ഒരു ജനതയുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ കർമ്മയോഗിയായിരുന്നു മഹാത്മാഗാന്ധി. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി
ഇന്ത്യയുടെ മാത്രം രാഷ്ട്രപിതാവല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളോടൊപ്പം തന്നെ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ പോരാടുവാൻ മഹാത്മാഗാന്ധി കാണിച്ച താല്പര്യം അന്ന് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അധ്യാപകൻ വി ഗോപകുമാർ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ വി മോഹൻ സ്വാഗതം പറഞ്ഞു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആർ റെജി ഗാന്ധിജിയുടെ സന്ദേശം അവതരിപ്പിച്ചു. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ നിന്ന് റാലി ആരംഭിച്ചു. തുടർന്ന് ഹോമിയോ ആശുപത്രി പരിസരം കുട്ടികൾ ശുചിയാക്കി. ഗാന്ധി ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പത്തനാപുരം ചേലക്കോട് റെസിഡൻസ് അസോസിയേഷൻ തങ്ങളുടെ പരിധിയിൽപ്പെട്ട റോഡുകൾ, നീർച്ചാലുകൾ എന്നിവ ശുചീകരിച്ചു. സെന്റ് സ്റ്റീഫൻസ് സ്കൂൾ റോഡ് മുതൽ മാവേലി സ്റ്റോർ വരെയുള്ള വിവിധ റോഡുകൾ, പരിസരങ്ങൾ, KIP കനാൽ തുടങ്ങിയവ സംഘം ശുചീകരിച്ചു. ഭാരവാഹികളായ PSM ബഷീർ, ജോൺ മാത്യു, ജേക്കബ് ജോൺ, ഷാജഹാൻ, അബ്ദുൾ റഹ്മാൻ, ബിജു, ആക്ഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ഭാരവാഹികളായ ദിബിൻ, ജസ്റ്റിൻ, ജെ ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോസ് പുനലൂർ, കൊട്ടാരക്കര, തെന്മല, പത്തനാപുരം.